കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നതാണ് പ്രാഥമിക നിഗമനം. നിയമപരമായ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. 5 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇന്നലെ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെ തീ അണച്ചത്. നിലവിൽ തീപിടുത്തത്തിൽ ദുരൂഹത ഇല്ല എന്നതാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നതാണ് പ്രാഥമിക നിഗമനം. അതേസമയം വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. ഫയർഫോഴ്സ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, പോലീസ്, ബോംബ് സ്ക്വാഡ്, ഫോറൻസിക് സംഘം തുടങ്ങിയവർ പരിശോധന നടത്തി. നിയമപരമായ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിനു ശേഷം തുടർ നടപടിയെന്നും സ്ഥലം സന്ദർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. ആ പരിശോധന റിപ്പോർട്ട്, വിശദമായ റിപ്പോർട്ട് കളക്ടർ നൽകേണ്ടതുണ്ട്. കളക്ടറോട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുവെ സൂചിപ്പിച്ചിട്ടുണ്ട്. കളക്ടർ പറഞ്ഞത് എങ്ങനെയാണ്, ചീഫ് സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കൂടി വന്ന് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. തീപിടുത്തത്തിൽ ദുരൂഹതയുള്ളതായി പ്രാഥമികമായി കണ്ടെത്തിയിട്ടില്ല എന്നും സുരക്ഷാ സംവിധാനങ്ങൾ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ജില്ലാ ഫയർ ഓഫീസർ അഷ്റഫ് അലി കെ പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫയർ സ്റ്റേഷനിൽ 5:05 കോള് കിട്ടിയത്. 5:06 അവിടെ നിന്ന് വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. 5:08 എത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതിലൊന്നും യാതൊരു വീഴ്ചയും വന്നിട്ടില്ല. കൃത്യസമയത്ത് ഫയർഫോഴ്സ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, വലിയ ഫയറാണോ അല്ലെങ്കിൽ തീരുമാനിക്കാൻ കഴിയുള്ളൂ, ആ വിവരങ്ങൾ പാസ് ചെയ്യാനും കഴിയുള്ളൂ. ഇവിടെ വന്ന് വലിയ കൊള്ളാമെന്ന് മനസ്സിലായി. അതനുസരിച്ച് മറ്റുള്ള എല്ലാ നിലയങ്ങളിൽ നിന്നും വാഹനങ്ങൾ മാക്സിമം നമ്മൾ എത്തിച്ചു. നല്ല രീതിയിൽ ഫയർ ഫൈറ്റ് ചെയ്തു. തീപിടിച്ച വസ്ത്രവ്യാപാരശാലയുടെ പാർട്ട്ണർമാർ തമ്മിൽ 2 ആഴ്ച മുൻപ് തർക്കമുണ്ടായിരുന്നു. കട ഉടമ മുകുന്ദനെ പാർട്ട്ണറായ പ്രകാശൻ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. സ്വത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു തർക്കവും പാർട്ട്ണർമാർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ഇതുൾപ്പെടെ കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പരിശോധിക്കുന്നുമുണ്ട്. വിദഗ്ധ സംഘം പരിശോധന നടത്തിയതിനു ശേഷമുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർക്കും സംസ്ഥാന ഫയർഫോഴ്സ് മേധാവിക്കും കൈമാറും. 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറി കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. സ്ഥലത്ത് മന്ത്രി AK ശശീന്ദ്രൻ, എളമരം കരീം MP, മേയർ ബീന ഫിലിപ്പ്, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ എന്നിവർ ഇന്നും സന്ദർശിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.